നമസ്കാരം. പ്രധാന വാർത്തകൾ. അമ്മുവിന്റെ മരണത്തിൽ അധ്യാപകരുടെ മൊഴിയെടുത്ത് പോലീസ്. പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവിന്റെ മരണത്തിൽ കോളേജ് പ്രിൻസിപ്പലിന്റെയും അധ്യാപകരുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തി. സഹപാഠികളായ 3 വിദ്യാർത്ഥികളും അമ്മുവുമായി പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് കോളേജിനുള്ളിൽ തന്നെ പരിഹരിച്ചതാണ്. ആത്മഹത്യ ചെയ്യേണ്ട കാരണങ്ങളില്ലായിരുന്നുവെന്ന് അമ്മു സജീവിന്റെ ക്ലാസ് ടീച്ചർ ഉൾപ്പെടെ മൊഴി നൽകി. ആരോപണ വിധേയരായ വിദ്യാർത്ഥിനികളെയും അടുത്ത ദിവസം പോലീസ് ചോദ്യം ചെയ്യും. സഹപാഠികളായ 3 വിദ്യാർത്ഥിനികൾ അമ്മുവിനെ മാനസികമായി പീഡിപ്പിച്ചിരുന്നുവെന്ന പരാതി അമ്മുവിന്റെ പിതാവ് നൽകിയിരുന്നു. പിന്നാലെ ആഭ്യന്തര അന്വേഷണ സമിതി രൂപീകരിച്ചു. പാലക്കാട് കോൺഗ്രസിൽ നിന്നും CPM-ലേക്ക് ചേക്കേറി മുൻ മുനിസിപ്പൽ കൗൺസിലർ. തെരഞ്ഞെടുപ്പ് നടക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ കോൺഗ്രസിൽ നിന്നും കൂടുമാറി മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗവും മുനിസിപ്പൽ കൗൺസിലറുമായിരുന്ന ഭാസ്കരൻ. നഗരസഭ ഭരിക്കുന്ന കോൺഗ്രസ് BJP സഖ്യമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കൂടുമാറ്റം. 2000, 2005, 2010, 2015 വരെയുള്ള കാലത്ത് നഗരസഭാ കൗൺസിലറായിരുന്നു. P. സരൺ മുതൽ 10ാമത്തെയാളാണ് കോൺഗ്രസിൽ നിന്നും ഇടതുപക്ഷത്തേക്ക് കൂടുമാറുന്നത്. നഗരസഭയിൽ ഇന്നും കോൺഗ്രസും BJP-യും ചേർന്നാണ് ഭരിക്കുന്നതെന്നും ഭാസി വ്യക്തമാക്കി. പാലക്കാട് പ്രഗത്ഭരായ നേതാക്കൾ ഇല്ലാത്തതിനാലല്ല രാഹുൽ മാങ്കൂട്ടത്തിലിനെ സ്ഥാനാർത്ഥിയാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി CPM-ൽ ചേരാനുള്ള ആഗ്രഹം വ്യക്തമാക്കുകയായിരുന്നു. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനം അഴുക്കുചാലിൽ കുടുങ്ങി. താമരശ്ശേരി ചുരത്തിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് അഴുക്കുചാലിൽ കുടുങ്ങി. ചുരം 1ാം വളവിനും 2ാം വളവിനുമിടയ്ക്ക് ചിപ്പിലിത്തോടിന് സമീപമാണ് അപകടമുണ്ടായത്. കർണാടക മാണ്ടിയിൽ നിന്നുള്ള സംഘമാണ് ബസ്സിലുണ്ടായിരുന്നത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഹൈവേ പോലീസും ചുരം സംരക്ഷണ സമിതി പ്രവർത്തകരും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനവും ഗതാഗതവും പുനഃസ്ഥാപിച്ചു. മണ്ണഞ്ചേരിയിൽ സ്വർണം കവർന്ന 2ാമനെ തേടി പോലീസ്. കുറുവ സംഘാംഗമായ സന്തോഷിനായി കസ്റ്റഡി അപേക്ഷ നൽകി. റിമാൻഡിൽ കഴിയുന്ന കുറുവ സംഘാംഗം സന്തോഷ് സെൽവത്തിനായി പോലീസ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകി. ഇയാൾക്കൊപ്പം കുണ്ടന്നൂരിൽ നിന്നും പിടികൂടിയ തമിഴ്നാട് സ്വദേശി മണികണ്ഠനെ ചോദ്യം ചെയ്തു വരികയാണ്. സന്തോഷ് സെൽവത്തെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം മറ്റു പ്രതികൾക്കായി വിപുലമായ അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് സ്പെഷ്യൽ സ്ക്വാഡ്. അതേസമയം മണ്ണഞ്ചേരിയിൽ സ്ത്രീകളുടെ സ്വർണം കവർന്ന 2ാമനെ കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചു. ഇയാളെ ഉടനെ പിടികൂടാനാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. സന്തോഷ് സെൽവത്തിനൊപ്പം കസ്റ്റഡിയിലെടുത്ത മണികണ്ഠൻ കുറുവ സംഘത്തിൽപ്പെട്ടയാൾ ആണോ എന്ന് പോലീസിന് ഇതുവരെ സ്ഥിരീകരിക്കാനായിട്ടില്ല. പാലക്കാട് ഭർത്താവ് ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തി. പാലക്കാട് ചെർപ്പുളശ്ശേരിയിൽ ഭർത്താവ് ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തി. മങ്ങോട് പിഷാരിക്കൽ ക്ഷേത്രത്തിന് സമീപത്തെ സുനിതയാണ് കുത്തേറ്റ് മരിച്ചത്. ഇന്ന് പുലർച്ചെ 5:45 സംഭവം. നെഞ്ചിനും വാരിയലിനുമാണ് കുത്തേറ്റത്. കുടുംബ വഴക്കിനെ തുടർന്ന് ഭർത്താവ് സത്യനുമായി ഉണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ബഹളം കേട്ട് സുനിതയുടെ മകൻ എത്തിയപ്പോഴാണ് കുത്തേറ്റ നിലയിൽ കണ്ടത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. മലപ്പുറം പൊന്നാനി സ്വദേശികളായ സുനിതയും കുടുംബവും 2 മാസം മുമ്പാണ് മകനൊപ്പം ചെർപ്പുളശ്ശേരിയിലേക്ക് താമസം മാറ്റിയത്. സംഭവശേഷം ഭർത്താവ് സത്യൻ ഒളിവിൽ പോയി. ഇയാൾക്കായി ചെർപ്പുളശ്ശേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു.